ചാന്ദ് ക്രിയേഷൻസിന്റെ ബാനറിൽ ശൈലജ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കബീറിന്റെ ദിവസങ്ങൾ. 7 വർഷങ്ങൾക്ക് ശേഷം ജഗതി ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരുന്ന ചിത്രം കൂടിയാണിത്. വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പപ്പയുടെ ഒരു 8 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം അഭിനയിക്കുന്ന ഒരു ആദ്യ ചിത്രമാണ് ഈ കബീറിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന ഈ ഫിലിം. ചാന്ദ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ നടത്തുന്ന ഒരു ഫിലിമാണ്. ശൈലജ ശരത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ. പിന്നെ എന്താണ്, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശരത്ചന്ദ്രൻ നായരാണ് എൻ്റെ ഡയറക്ടർ. ഇവരൊക്കെ എൻ്റെ പപ്പയും ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. കുറേ നാളുകളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതിൻ്റെ ഒരു ബേസിസിലാണ് ഈ മൂവി തുടങ്ങാനും ഉള്ള കാരണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ മൂവിയെ പറ്റിയോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കഥയോ പറ്റിയൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതെല്ലാവരും കണ്ട് വിലയിരുത്തണം. പിന്നെ മോറോവർ ഇത് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിന് ശേഷം റീ എൻട്രി നടത്തുന്ന ഒരു ഫിലിമാണ്. ആൻഡ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ തന്നെ ഈ സെറ്റിൽ വന്നു. ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞു പപ്പയുടെ ഷൂട്ട്. ഓരോ ദിവസവും അദ്ദേഹത്തിന് നല്ല മാറ്റമാണ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ. അപ്പം ആ ഓരോ ദിവസവും ഉള്ള മാറ്റം എന്ന് പറയുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ളവരും ഒക്കെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ ദൃക്സാക്ഷികളാവുകയാണ്. കാരണം അതൊരു വലിയ മാറ്റം തന്നെയാണ്. അപ്പം ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗവുമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇനിയും അവസരങ്ങൾ കിട്ടിയാൽ, നല്ല അവസരങ്ങൾ കിട്ടിയാൽ അദ്ദേഹത്തിന് അഭിനയിക്കണം. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അത് ഈ ആക്ടിങ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ പപ്പയുടെ പാഷനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മാറിയുള്ളൊരു ജീവിതം ഒരിക്കലും പപ്പയ്ക്ക് പറ്റുന്നതല്ല. ഞങ്ങൾ മക്കൾ മനസ്സിലാക്കി. പിന്നെ ഈ ഒരു 8 വർഷം നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. ശരത്ചന്ദ്രൻ നായർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ്. ഞാൻ ശരത്ചന്ദ്രൻ, തിരുവനന്തപുരം സ്വദേശം. ഇപ്പം 6ാമത്തെ ഫിലിം കഥ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, ഞാൻ തന്നെ നിർമ്മിച്ച്, ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന കബീറിൻ്റെ ദിവസങ്ങൾ എന്ന ഒരു സിനിമയാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട 2-3 സവിശേഷതകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹാനടൻ, അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ദാരുണമായ ഒരു ഇൻസിഡൻറ്റിന് ശേഷം, 2012-ലുണ്ടായ ഇൻസിഡൻറ്റിന് ശേഷം മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളായ നമ്മൾ എല്ലാവരും തന്നെ, ഒരുപക്ഷെ മലയാളികൾക്കപ്പുറം മറ്റ് ഭാഷയിൽ ഉള്ളവർ പോലും പിന്നെ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ ശ്രീ ജഗതി ശ്രീകുമാർ പിന്നെ പാരലൈസായി പിന്നെ ഒരു വീൽ ചെയറിൽ ഇരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ധാരാളം വ്യത്യാസം മാറി വന്ന് ഉണ്ടെങ്കിലും വിദഗ്ധമായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനെ പിന്നെ ഈ ഏത് വേദിയിൽ, അദ്ദേഹത്തിൻ്റെ സിനിമാ വേദിയിലാണല്ലോ അദ്ദേഹം ഏറ്റവും കൂടുതൽ പിന്നെ തിളങ്ങി നിന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനൊരു സറൗണ്ടിങ്സും അങ്ങനൊരു എൻവയറമെൻറ്റും സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാനസികമായിട്ടും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് വളരെയധികം ശാന്തി കിട്ടുമെന്ന് വിദഗ്ധമായ ഡോക്ടർമാർ പിന്നെ നിർദ്ദേശിച്ചതുകൊണ്ടും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ഞാനും അതിനുവേണ്ടി മുൻകൈയെടുത്ത് അദ്ദേഹത്തിനെ ഈ നമ്മുടെ മലയാള സിനിമയുടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ആഗ്രഹിച്ച് ഞങ്ങൾ ഈ ഫിലിമിൽ അദ്ദേഹം ഇന്ന് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ തരത്തിൽ തന്നെ ഒരു ക്യാരക്ടറിനെ ഞങ്ങൾ സൃഷ്ടിച്ച് ആ ക്യാരക്ടറിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും സ്നേഹപാത്രമായ അദ്ദേഹത്തിനെ വെള്ളിത്തിരയിലൂടെ ഇന്ന് എല്ലാ മലയാളികൾക്കും കാണത്തക്ക വിധത്തിൽ ഈ സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ 2ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അജ്മീർ ദർഗയിൽ ഞങ്ങൾക്ക് ഒരു 2-3
സീൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അജ്മീർ ദർഗയിൽ ഇതിലൊരു ക്യാരക്ടർ, ഒരു ഹാജിയാർ ക്യാരക്ടർ പോകുന്നതും അവിടെ അദ്ദേഹം പിന്നെ കാണുന്ന അദ്ദേഹത്തിൻ്റെ വിഷനിൽ കാണുന്ന ഒരു കവാലി സോങ് 100% ഉറുദുവിൽ നമ്മുടെ പിന്നെ അനിത ഷേഖ്, മലയാളത്തിലെ സുഫി സംഗീതത്തിൻ്റെ പിന്നെ ഒരു രാജകുമാരി എന്ന് തന്നെ പറയാം, അനിത ഷേഖ് പിന്നെ കമ്പോസ് ചെയ്ത് ഞാൻ കൈലേഷ് ഖറിനെ കൊണ്ട് പാടിപ്പിച്ച് ഇതിനകത്ത് പിന്നെ കൊണ്ടുവരുന്നുണ്ട്. സുധീർ കരമന, ബിജുക്കുട്ടൻ, നോബി, മുരളി ചന്ദ്, ഭരത് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഞാൻ ശൈലജ ശരത്താണ്. ഈ ഒരു ഫിലിം കബീറിൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞ ഈ ഒരു ഫിലിം വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഡയറക്ടറായ ശരത്ചന്ദ്രൻ നായർ ഇങ്ങനെ മനസ്സിലിട്ട് ശരിയാക്കി, എന്താ പറയാൻ, ഉരുക്കി നല്ല പൊന്നും സ്വർണ്ണ കമ്പിയാക്കി നല്ല പോലെ എടുത്തിരിക്കുകയാണ്. ഇതിനെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ട് PK ശ്രീകുമാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ കഥ. ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുറേ പയ്യന്മാരുടെ ഒരു തരം സ്വഭാവങ്ങളും അവർക്ക് ദൈവവിശ്വാസമോ വീട്ടിലുള്ളവരുമായിട്ടൊരിതോ ഒന്നുമില്ലാതെ നടക്കുന്ന കുറേ പയ്യന്മാർ അവസാനം 1-2 ഇൻസിഡൻറ്റിലൂടെ കുറച്ച് ദൈവവിശ്വാസങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ കുറേ തമാശ ഇതെല്ലാം കൂടെ കലർന്ന് നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണിത്. തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിച്ച് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോലെ ഫിലിം എടുക്കുന്ന എല്ലാ പ്രൊഡ്യൂസറുടെയും ഒരു ആശ്വാസവും. നമസ്കാരം. നമസ്കാരം, ഞാൻ ദിനേഷ് പണിക്കർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കബീറിൻ്റെ ദിവസം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇന്ന് ഈ ലൊക്കേഷനിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിന് ഒരു പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ, കാരണം എന്നെ ഒരു ഉദ്ദേശം 1 മാസം മുമ്പാണ് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമായ ശ്രീ ശരത്ചന്ദ്രൻ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഇതിനകത്തൊരു വേഷമുണ്ട്. അപ്പോൾ വേഷമുണ്ട് എന്ന് പറയിൽ സന്തോഷം തന്നെയുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ഡബിൾ സന്തോഷമുള്ള ഒരു വിശേഷം കൂടെ എന്നോട് പറഞ്ഞു. ഇപ്പോൾ രഹസ്യമാണ്, ആരോടും പറയരുതെന്നും കൂടെ പറഞ്ഞു. എന്നാൽ ആ രഹസ്യം നിങ്ങളോട് ഇപ്പോൾ പറയാൻ കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ ചിത്രത്തിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ, അതായത് എല്ലാവർക്കും അറിയുന്നത് ജഗതി ശ്രീകുമാർ, അദ്ദേഹം ഈ ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന നല്ലൊരു കഥാപാത്രമായിട്ട് ഒരു അച്യുതം പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഞാൻ വരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ അംബിക മോഹൻ. കബീറിൻ്റെ ദിവസങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-18 പടങ്ങളിലോളം അമ്പിളിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പടങ്ങളിൽ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പടം ചെയ്യാൻ പറ്റുക, അത് അദ്ദേഹത്തിൻ്റെ പെങ്ങളായിട്ടൊരു വേഷം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഏട്ടനായിട്ട് ചെയ്യുന്നത് അമ്പിളിച്ചേട്ടനാണെന്ന്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് മാത്രമല്ല, എൻ്റെ കയ്യെ പിടിച്ചു. ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എല്ലാത്തിനും തലകുലുക്കി പറഞ്ഞു. അതുപോലെ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പം കഴിച്ചു, നീ കഴിച്ചോ എന്ന് എന്നോട് ആംഗ്യത്തിൽ ചോദിച്ചു. ഇതൊക്കെ എനിക്ക് എന്താ പറയുക, ഒത്തിരി സന്തോഷം നൽകുകയാണ്. നമസ്കാരം, ഞാൻ ഭരത് ചന്ദ്. ഇതെൻ്റെ ആക്ച്വലി 5th ഫിലിമാണ്. പക്ഷേ ലീഡ് റോൾ ക്യാരക്ടർ ചെയ്യുന്ന എൻ്റെ 2nd ഫിലിമാണ് കബീറിൻ്റെ ദിവസങ്ങൾ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന സിനിമ രൂപാന്തരമാണ്, പത്മകുമാർ സാറിൻ്റെ. ഞാനും കൊച്ചുപ്രേമനും കൂടെ ചെയ്തിരുന്ന ഒരു ചെറിയൊരു ക്യാരക്ടർ, അത് വലിയ ക്യാരക്ടറായി, പിന്നെ അത് ലീഡായി മാറി. എന്നിട്ട് ഞാനിപ്പം എനിക്ക് വളരെ ഗ്രേറ്റസ്റ്റ് പ്രൈഡ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശ്രീ ജഗതി ശ്രീകുമാറിൻ്റെ മകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ chance, once in a lifetime opportunity. And so yeah, ഇത് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ്. സോ നിങ്ങൾ എന്തായാലും കബീറിൻ്റെ ദിവസങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. സോ
definitely we are waiting for you, and your prayers and blessings are much awaited. Thank you very much. കബീറിൻ്റെ ദിവസങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നടീനടന്മാരുണ്ട്. അവർക്കൊപ്പം ഈ സിനിമയിൽ ഞാനുമൊരു വേഷം ചെയ്യുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും നൽകണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ താര കല്യാൺ. എൻ്റെ വേഷം കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഞാൻ അഗ്രഹാരത്തിലെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീയുടെ റോളാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജഗതി ശ്രീകുമാർ എന്ന മഹാനടൻ്റെ തിരിച്ചുവരവിലെ ഒരു സിനിമയാണിത്.